ഹായ് ഹലോ. ഹലോ ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? നമ്മൾ സലു പ്ലസാനയിലെ പുതിയൊരു എപ്പിസോഡിലാണ് എല്ലാവരെയും വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. നിന്നെ കാണാനാണ് വന്നതെന്ന് എല്ലാവരും. അപ്പോൾ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ആരാണ്? സനമോള അല്ല, സനമോളൊന്നും അല്ല. സനമോള അവിടെ ഹോസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഗസ്റ്റൊന്നുമില്ല. അപ്പം ഇത് നമ്മൾ എന്തിനാണ് തുടങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സംസാരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം പോലെയാണ് കാണുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഇത് ഒരു തുടക്കം പോലെ തുടങ്ങിയിരുന്നു, പക്ഷെ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അതായത് ഒരു ടോപ്പിക് എടുത്ത് റാൻഡമായിട്ട് എനിക്ക് പെട്ടെന്ന് സംസാരിക്കാൻ പറ്റണമെന്നുള്ള രീതിയിലാണ് അന്ന് ഞാൻ തുടങ്ങിയിരുന്നത്. അപ്പോൾ ഇന്നിപ്പം സനമോളൊക്കെ ആയി. അപ്പോൾ നമ്മളിപ്പം സനമോളായിട്ട് ഞാനിവിടെ സംസാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് നമ്മൾ വന്നിരിക്കുന്നത്, അല്ലേ? സനമോൾ സ്വന്തമായിട്ട് ഇവിടെ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുകയാണ് സനമോളുടെ ലാപ്ടോപ്പിൽ. അപ്പം സനമോളുടെ കാര്യം നോക്കിയേ, ഭയങ്കര റിലാക്സ്ഡ് ആണ്. കാര്യം എന്താണെന്നറിയോ? വേറെ കാര്യങ്ങളൊന്നും ചിന്തിക്കുകയല്ല, സ്വന്തം കാര്യങ്ങൾ ആയിട്ട് ഇങ്ങനെ കളിപ്പാട്ടങ്ങൾ വെച്ച് കളിക്കുക, മുട്ടായി കൊടുത്ത് ചിരിക്കുക, ഇതെന്തെങ്കിലും നമ്മൾ അടച്ചു കഴിഞ്ഞാൽ കരയുക, അല്ലേ? സനമോൾ കരയോ? ഇല്ല, കരയൂല. സിമ്പിൾ ലൈഫാണ്. പക്ഷേ നമ്മൾ വലുതാവും തോറും നമ്മുടെ ഈ ഒരു സിംപ്ലിസിറ്റി നമ്മൾ നഷ്ടപ്പെടുകയാണ്. കാര്യം എന്താണെന്നറിയോ? നമ്മൾ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാത്തിലും നമ്മൾ ഇടപെടും. അത് ഇപ്പം എന്നെ മാത്രം കാര്യമല്ല, നമ്മുടെ ഒരു സമൂഹം എന്നുള്ള നിലയിൽ, പ്രത്യേകിച്ച് മലയാളികൾ എന്നുള്ള നിലയിൽ അപ്പം പ്രത്യേകിച്ച് മലയാളികൾ എന്നുള്ള നിലയിൽ നമ്മൾ എല്ലാത്തിലും ആവശ്യമുള്ളതും ഇല്ലാത്തതിലും ഇടപെടും. ഇറ്റ്സ് ഗുഡ് ആൻഡ് ബാഡ്, അല്ലേ? ഭയങ്കര ബിസിയാണ് മാഡം ഓഫീസിൻ്റെ കാര്യത്തിൽ, കേട്ടോ. ഓക്കെ, അതൊക്കെ വർക്ക് ചെയ്യണേ. ഞാനിവിടെ ചെറിയ ബ്ലോഗ് എടുക്കുകയാണ്, കേട്ടോ. അപ്പം പറഞ്ഞു വന്നത്, ഇപ്പം നമ്മൾ മലയാളികളുടെ ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം രാഷ്ട്രീയം ആയാലും സ്പോർട്സ് ആയാലും സിനിമ ആയാലും എന്തൊരു കാര്യത്തിലും നമുക്ക് അഭിപ്രായമാണ്, ഇല്ലേ? ഇനിയിപ്പം നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് എന്തെങ്കിലും കാര്യത്തിൽ തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് തീരുമാനമുണ്ട്. ഇനി നാസ ഒരു റോക്കറ്റ് വിടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അഭിപ്രായം പറയും. ഇതൊരു കുറച്ചൊരു ആംഗിൾ 2 ഡിഗ്രി തിരിഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നന്നായേനെ എന്ന് അഭിപ്രായം പറയുന്ന മലയാളികൾ എന്നുള്ള നിലയിലാണ് നമ്മളിപ്പം അത്രയ്ക്ക് പ്രബുദ്ധരായ മലയാളികൾ എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു മറുവശമുണ്ട്. മറുവശം എന്ന് പറയുന്നത്, എന്ത് പറ്റി? പാപ്പ അതിലുണ്ടോ? ഹായ്. ഓക്കെ. അപ്പോൾ ഒരു മറുവശം എന്ന് പറയുന്നത്, ഞാൻ ഇന്നലെ ഒരു കിടന്നുകൊണ്ടിരുന്നപ്പോൾ വീഡിയോ കോൾ ചെയ്യാട്ടോ അവിടെ, ഞാൻ ഒരു റീൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. റീൽസ് ആകുമ്പോൾ എന്താണ്, ഒരു 15 സെക്കൻഡ് അല്ലെങ്കിൽ 30 സെക്കൻഡ്, കൂടിപ്പോയി 1 മിനിറ്റ്. ഇനി അതും അല്ലാതെ വലിയ റീലാണെങ്കിൽ 3 മിനിറ്റ്. അപ്പോൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കാണുകയാണ്. നമ്മൾ ഒരു ദിവസം ഒരു ഏകദേശം ഒരു 100 റീലൊക്കെ ചിലപ്പം കാണുന്നവരുണ്ടാവും. ഞാനൊന്നും അത്ര കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മേ ബി കാണുമായിരിക്കും, നമുക്ക് കണക്കോരും ഇല്ല. ആ രീതിക്കാണ് നമ്മളിങ്ങനെ ഓരോന്ന് കാണും, നമ്മൾ അടുത്തയിലേക്ക് നമ്മൾ പോവും, അതിൽ എന്തെങ്കിലും കാണും, നമ്മൾ കമൻറ്റ് ചെയ്യും, അല്ലേ? പക്ഷേ ഈ കമൻറ്റ് ചെയ്യുന്ന കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ വെറും ഒരു 15 സെക്കൻഡ് അല്ലെങ്കിൽ ആ ഒരു 30 സെക്കൻഡ് കൊണ്ട് നമ്മളൊരു അഭിപ്രായത്തിലേക്ക് എത്തി, അല്ലെങ്കിൽ ഒരു ഒപ്പീനിയനിലേക്ക് എത്തി നമ്മളൊരു കമൻറ്റ് ഇടുകയാണ്. ആൻഡ് പലപ്പോഴും ഈ കമൻറ്റുകളെന്ന് പറയുന്നത് പോസിറ്റീവ് അല്ല, നെഗറ്റീവാണ്, നെഗറ്റീവ് ചായവാണ് കൂടുതൽ. അപ്പം എനിക്കിത് പെട്ടെന്ന് എനിക്ക് സ്ട്രൈക്ക് ചെയ്ത ഒരു റീൽ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു ചേച്ചിയുണ്ട്, ഒരു ദിയ എന്ന് പറഞ്ഞ ചേച്ചിയുണ്ട്. ആ ചേച്ചി, ഞാൻ ചേച്ചിയല്ല, സനമോക്ക് ചേച്ചി കേട്ടോ, അമ്മേനെ കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞാണ്. അതായത് സ്വന്തം അമ്മയെ മാത്രമേ അമ്മ എന്ന് വിളിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ആ ഒരു റീല് അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം ശരിയോ തെറ്റോ എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതിന് താഴെ മൊത്തവും എന്താ പറയുക, ഫുൾ നെഗറ്റീവ് കമൻസും അല്ലെങ്കിൽ അവർ അഹങ്കാരി, ജാട, ഇങ്ങനത്തെ ഈ ഒരു ചായയുള്ള കമൻസാണ് ഞാൻ അതിൽ കണ്ടത്. അപ്പം നമുക്ക് എങ്ങനെ ആ ഒരു ഒപ്പീനിയനിലേക്ക് നമ്മൾ എത്തി, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഇങ്ങനെയാണെന്ന് നമ്മൾ ആ ഒരു 15 അല്ലെങ്കിൽ 30 സെക്കൻഡ് കൊണ്ട് നമ്മൾ എങ്ങനെ എത്തി എന്ന് വെച്ചാൽ, ഞാൻ ഈ ഒരു റീലിനെ കുറിച്ചല്ല പറയുന്നത്. ഇതേപോലെ പല കാര്യങ്ങൾ വരുമ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ അധികം അന്വേഷിക്കാതെ, അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ വശങ്ങളും നമ്മൾ ചിന്തിക്കാതെ, നമ്മൾ നമ്മുടെ ശരികൾ മാത്രം മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ്. അവിടെയാണ് നമുക്ക് നമ്മുടെ ഭാഗം തെറ്റുന്നത്. അപ്പം ഇത്രയും നാൾ അഭിപ്രായം എന്നുള്ളത് ഇപ്പം ജഡ്ജ്മെൻ്റായിട്ട് മാറിയിരിക്കുകയാണ്. അതായത് എൻ്റെ ശരി മാത്രമാണ് ശരി, മറ്റൊരു വ്യക്തിയുടെ ശരിയല്ല എന്നുള്ള രീതിയിൽ. അതിനെന്ത് ചെയ്യുന്നറിയാം, ആൾക്കാർ കൂട്ടത്തോടെയൊക്കെ വന്ന് ഒരുമിച്ച് പറയും, എനിക്കിപ്പം സനമോളുടെ ശരിയും എൻ്റെ ശരി മാച്ച് ആവുകയാണെങ്കിൽ നമ്മൾ ഗ്രൂപ്പായിട്ട് വന്നിട്ട് നമ്മൾ പിന്നെ അറ്റാക്ക് ചെയ്യും. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. നമ്മളെപ്പോഴും എന്താണ്, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം, നമ്മൾ സന്തോഷം പരത്തണം, അല്ലേ? എന്താണിത്? അവിടെ ആൽഫബറ്റ്സ് ഉണ്ട്. ആൽഫബറ്റ്സ് എനിക്ക് പറഞ്ഞു തരികയാണ്. പട്ടി എന്നാണ് പറഞ്ഞത്, അതിനാണ് ഹട്ടി. അപ്പം പറഞ്ഞു വന്നത്, നമുക്കിപ്പം ഈ ഒരു സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് നമ്മൾ നെഗറ്റിവിറ്റിയാണ് നമ്മൾ പരത്തുന്നത്. നമ്മൾ
ഒരു നമ്മുടെ ഒപ്പീനിയൻ പോലെ മറ്റൊരു വ്യക്തിക്ക് ഒപ്പീനിയൻ ഉണ്ടെന്നുള്ള ഒരു അക്സെപ്റ്റൻസ്, ഒരു ടോളറൻസ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അത് എല്ലാ കാര്യത്തിലും, ഇപ്പം ഈ ഒരു വിഷയത്തിലായാലും. ആപ്പിൾ ചിക്കത് ചീച്ചി എന്ന് പറയുന്ന ബലൂണാണ് കേട്ടോ. അപ്പം നമ്മൾ ബി ഞാൻ കുറച്ച് സംസാരിച്ചോട്ടെ മാഡം, പ്ലീസ് കുറച്ച് സംസാരിച്ചോട്ടെന്ന് പറഞ്ഞു പപ്പ. അപ്പം നമ്മൾ എന്താണ് പറഞ്ഞു വന്നത്, ഫ്ലോ പോയി. പപ്പ എന്തെന്ന് പറഞ്ഞോണ്ടിരുന്നത്, നമ്മൾ നെഗറ്റിവിറ്റി നമ്മൾ പരത്താതിരിക്കാം. അപ്പം നമ്മൾ ഈ ഒരു കാര്യം, ഈ ഒരു ജഡ്ജ്മെന്റ് നമ്മളിപ്പം തനിയെ തന്നെ നമ്മൾ ഓരോ വർഷം കഴിയുന്നവർ, നമ്മളിപ്പോൾ കുഞ്ഞുങ്ങൾ ആദ്യം അഭിപ്രായങ്ങളില്ല, പക്ഷെ നമ്മൾ വലുതാകുമ്പോൾ അഭിപ്രായമൊക്കെ വരും കേട്ടോ. അതിങ്ങനെ നമ്മൾ വർഷം കഴിയുന്നതോറും നമ്മുടെ കോൺഫിഡൻസ് നമ്മളിങ്ങനെ കൂടി വന്നിട്ട് നമ്മൾ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ, ഒരു ഡിസിഷൻസ് നമ്മൾ അടിച്ചേൽപ്പിക്കുകയാണ്. അങ്ങനെ വരാൻ പാടില്ല. ഇപ്പം രാഷ്ട്രീയത്തിൽ പോലും ഒരു സൈഡ് വന്നു കഴിഞ്ഞാൽ അത് മറ്റേ സൈഡിനെതിരെ, അങ്ങനെയല്ല. നമ്മൾ എപ്പോഴും നമ്മൾ അറിയേണ്ടത് നമുക്കൊരു ഒപ്പീനിയൻ ഉണ്ട്, അത് യോജിക്കാനും അത് വിയോജിക്കാനും. അത് ഇനി അത് രണ്ടും അല്ല, എനിക്ക് മറ്റൊരു ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഒപ്പീനിയൻ ഉണ്ടാവും എന്നുള്ളൊരു അക്സെപ്റ്റൻസ് ഇപ്പം നമ്മുടെ കയ്യിൽ ആരുടെയിലും ഇല്ല. നമുക്ക് ആർക്കും നമ്മൾ അതിനുള്ള സമയമോ സ്പേസോ ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ അത് കാരണം എന്ത് പറ്റി, നമ്മൾ ഈ ഒരു അത് ഞാൻ പറഞ്ഞ പോലെ ഇപ്പം പണ്ടൊക്കെ ആണെങ്കിൽ എല്ലാം പഠിച്ചിട്ടാണ് ഓരോരുത്തരും മറ്റൊരു വ്യക്തിയെ നമ്മൾ എതിർക്കുന്നത്. ഇപ്പം അങ്ങനെയൊന്നുമല്ല. ഈ ഒരു 15 സെക്കൻഡ് 30 സെക്കൻഡ് കൊണ്ട് കിട്ടുന്ന അറിവ് കൊണ്ട് നമ്മളൊരു തീരുമാനത്തിലെത്തിയിട്ട് നമ്മളത് എന്തു പറയുന്നത്, അത് പരസ്പരം തമ്മിൽ തല്ലാനായിട്ടുള്ള കാരണമാക്കുകയാണ്. കൊട. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളെന്ന് പറയുന്നത്. മനസ്സിലായേ? ഇവിടെ കേരളത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കണമെന്ന് അറിയോ നിനക്ക്? എന്തൊക്കെയാണ് സംഭവിക്കണമെന്ന് അറിയോ? അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാനായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നിപ്പോൾ വന്നത്. ഇതേപോലെ എനിക്ക് തോന്നുന്ന ചിന്തകളും കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഇതിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്, ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ പറയാം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ആ വീഡിയോ, ആ ഒരു റീല് ശരിയാണോ തെറ്റാണോ എന്നുള്ള അല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതിൽ ബാക്കിയുള്ളവർ റെസ്പോണ്ട് ചെയ്ത രീതി എനിക്ക് ശരിയായിട്ട് തോന്നിയില്ല. അതിലിപ്പോൾ ഒരു ന്യൂട്രലായിട്ടോ അല്ലെങ്കിൽ ഒരാളെ ഇപ്പോൾ നമുക്കൊരു വിയോജിപ്പാണെങ്കിൽ ആ റെസ്പെക്ട്ഫുള്ളി നമ്മളത് കൺവേ ചെയ്യണം. ഇത് നിങ്ങൾ പറഞ്ഞത് ശരിയല്ല, എൻ്റെ അഭിപ്രായം ഇതാണ്. പക്ഷേ നമ്മൾ മറ്റൊരു വ്യക്തിയെ നമ്മൾ അവരുടെ പേഴ്സണാലിറ്റി, ക്യാരക്ടറിനെ നമ്മൾ ജഡ്ജ് ചെയ്തുകൊണ്ട് നമ്മളൊന്നും പറയാൻ പാടില്ല. അതിന് നമ്മൾ ആരും ഒന്നുമല്ല, അതെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ചിന്താ വിഷയം. സനമൊക്കെ എന്തെങ്കിലും എൻ്റെ കൂടെ ചേർക്കാനുണ്ടോ? സനമോള് നല്ല അഭിനയിക്കുമെന്ന് പറഞ്ഞു. ആണോ? അഭിനയിക്കോ? സനമോള് എന്നാലും കുക്ക് ചെയ്യും, അത് പറഞ്ഞു കൊടുത്താ. എന്ത് കുക്ക് ചെയ്യും? കേക്കാ? ജ്യൂസാ? നിറയെ ജ്യൂസാണ്. പിന്നെ എന്താണ്? നീ ജ്യൂസ് ഉണ്ടാക്കി തന്നേണ്ടാ? ഗുഡ് ഗേൾ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നിപ്പോൾ നമുക്ക് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഇതേപോലെ ഞാൻ പെർഫെക്റ്റ് ഒന്നും അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇങ്ങനെ ചെയ്ത് സംസാരിച്ച് പഠിച്ചാൽ മാത്രമേ നന്നാവൂ എന്നുള്ളൊരു ചിന്ത കൊണ്ടാണ് ഇത് നമ്മൾ തുടങ്ങിയത്. നമുക്ക് ഇതേപോലെ ഉള്ള ചർച്ചകളിൽ ഞാൻ സനം ഉൾപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ചൊക്കെ സനമോളും പഠിച്ച് വരട്ടെ എന്ന് ചിന്തിക്കാനായിട്ടാണ്. അല്ലേ? നമ്മൾ ക്യാരക്ടർ ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ വേണം? നമ്മൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയണ്ടേ? നമ്മൾ ന്യൂസൊക്കെ കാണണം കേട്ടോ. സനമോൾ രാവിലെ ന്യൂസ് പേപ്പർ വായിക്കും, പറഞ്ഞു കൊടുത്താൽ അത് രാവിലെ ന്യൂസ് പേപ്പർ വായിക്കുന്നത്. സനമോൾ ആ ന്യൂസ് പേപ്പർ എടുത്ത് പടമൊക്കെ നോക്കും കേട്ടോ. ഇല്ലേ? എല്ലാവരും നോക്കണമെന്ന് പറ ന്യൂസ് പേപ്പർ. നാണാണ് കുട്ടിക്ക്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത്. നമുക്ക് വഴിയെ കാണാം. ഇതേപോലെ സംസാരിക്കാനുള്ള ടോപ്പിക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും സജസ്റ്റ് ചെയ്യുക. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? മോക്ക് ടോപ്പിക്ക് പറയാനുണ്ടോ? എന്നാ പറഞ്ഞോ, എന്താ ടോപ്പിക്ക്? വാട്സാപ്പ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ പറ. ഓക്കെ. Okay, tata.